ജോലികളൊന്നും പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ദിവസങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ലാതെ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഓടുന്നു. പക്ഷേ ദിവസാവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ കാര്യമായി ഒന്നുമില്ല. ചെയ്തു തീർക്കാനുണ്ടായിരുന്ന ലിസ്റ്റിലെ ജോലികൾ അതേപോലെ കിടക്കുന്നു. ഇതിനിടയിൽ സമയം എങ്ങോട്ടാണ് പോയതെന്ന് പോലും അറിയുന്നില്ല. ഒരുപാട് പേര് ഈ ഒരു കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? നിങ്ങൾക്കും ഇതേ അവസ്ഥയാണോ? എങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റിയാലോ? ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഓട്ടം ഒന്ന് നിർത്താനും പണികൾ കൃത്യമായി തീർത്ത് കുറേ സമയം നമുക്ക് സന്തോഷത്തോടെ ഫ്രീ ആയിട്ട് മാറിയിരിക്കാനും വേണ്ടിയിട്ടുള്ള സിമ്പിൾ വഴികളാണ്. ചിലർ പറയാറുണ്ട്, എനിക്ക് നേരം വെളുക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ജോലികളാണ്, എത്ര ശ്രമിച്ചിട്ടും ജോലികൾ തീരുന്നേയില്ല. ഇത് മറ്റുള്ളവരോട് പറയുമ്പോഴാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാകുന്നുമില്ല. അവർ തിരിച്ച് നമ്മളോട് ചോദിക്കും, എല്ലാവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഇല്ലേ, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഒരു സൊല്യൂഷൻ ആരും പറഞ്ഞു തരുന്നില്ല. നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുവാണെങ്കിൽ, ഇതിലെ പോയിന്റ്സ് നോട്ട് ചെയ്യുവാണെങ്കിൽ ജീവിതത്തിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സ് എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പണിയും ചെയ്തിട്ടും തീരുന്നില്ല. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ കുട്ടികളോട് ദേഷ്യം പിടിക്കുക, ഇങ്ങനെ മൊത്തത്തിൽ സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നോ മനസ്സിലാക്കാത്ത വിധം ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ മനസ്സ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, മനസ്സ് പോലെ എപ്പോഴും നമ്മുടെ വീടും ചുറ്റുപാടും അലങ്കോലമായി കിടക്കും. നിങ്ങൾ എത്ര തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചാലും അത് പിന്നെയും വാരി വലിച്ചിടുന്ന അവസ്ഥയിലേക്ക് എത്തും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എത്ര നേരം ജോലി ചെയ്താലും നിങ്ങളുടെ ജോലി തീരുന്നില്ല. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. എല്ലാ ജോലികളും തീർത്തിട്ട് ഒന്ന് സമാധാനത്തോടെ ഫോണൊക്കെ എടുത്തിരിക്കാനായിട്ട് അങ്ങനെയുള്ള ആ ഒരു സമയം ജീവിതത്തിലില്ല. എല്ലാ സമയത്തും ബിസി. ഫോണൊന്ന് നോക്കുന്നത് പോലും ബിസി ആയിട്ടാണ്. അതേപോലെ നമുക്ക് എങ്ങോട്ടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ പണികളൊക്കെ ഒന്ന് തീർന്നിട്ട് കൃത്യസമയത്ത് ഇറങ്ങി പോകാനായിട്ട് പറ്റുന്നില്ല. വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നുകാർ വരുന്നു എന്ന് പറയുമ്പോൾ ടെൻഷൻ. എത്ര നീറ്റാക്കി വെച്ചാലും എല്ലാം പെട്ടെന്ന് തന്നെ അലങ്കോലമായി പോകും. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചതായിരിക്കാം, പക്ഷെ എങ്ങനെയാണെന്നറിയില്ല. ഒരുപക്ഷെ വീട്ടിലെ മറ്റാളുകളോ കുട്ടികളോ ഒന്നും ആവില്ല അതെല്ലാം വാരി വലിച്ചിടുന്നത്, നമ്മൾ തന്നെ അറിയാതെ ഇടുന്നതാവാം. ഇനി ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അവരും മനസ്സിലാക്കാത്ത ഒരവസ്ഥ. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും പ്രശ്നത്തിന് പരിഹാരവും കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണോ അതൊക്കെ എനിക്കുണ്ട് എന്ന് നമ്മൾ തന്നെ സ്വയം അംഗീകരിക്കുക. എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ നമ്മളോട് സ്വയമായി ചോദിക്കുന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഇനി മുതൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ആവശ്യമില്ലല്ലോ. നമുക്കുണ്ടല്ലോ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ചിട്ടയില്ലായ്മ തന്നെയാണ്. അപ്പോൾ ഈ ചിട്ടയില്ലാത്ത ജീവിതശൈലി കൊണ്ട് തന്നെയാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ഒന്നിനും സമയം തികയാത്തത്. അപ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായി ചെയ്യാനായിട്ടും എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ് റെഡിയാക്കുക. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ മടിയന്മാരായതുകൊണ്ടാണ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തു തീർക്കാനായിട്ട് പറ്റാത്തതെന്ന്. സത്യം പറഞ്ഞാൽ അത് മടി കൊണ്ടല്ല, മറിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരു വീട്ടമ്മയായാലും കുട്ടികളായാലും ജോലിക്ക് പോകുന്നവരായാലും ആരായാലും നമ്മൾ നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നേ പ്ലാൻ ചെയ്ത് വെക്കുക. മറന്നു പോകുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഒരു പേപ്പറിൽ ഒന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല, കുറച്ചുകൂടി ഈസി ആയിരിക്കും. തലേ ദിവസം എല്ലാം തീരുമാനിച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ അരി അരച്ച് വെക്കുകയോ അങ്ങനെയുള്ള ഇന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ പ്ലാനിങ് എല്ലാം ചെയ്തു. ഇനി ആ പ്ലാനിങ്ങിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, അതായത് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. അതേപോലെ തന്നെ ചെയ്യണം എന്ന ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി ഇങ്ങനെയുള്ള കാര്യവും ഉണ്ടാവും. ഇങ്ങനെ 3 രീതിയിൽ തരം തിരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ ഒരു 20 കാര്യം ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രാവിലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്.
ആ ഒരു രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനും പറ്റും. പിന്നെ നമുക്ക് ധാരാളം സമയം കിട്ടും. നമുക്ക് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്തല്ലോ, അപ്പോൾ തന്നെ നമുക്ക് ടെൻഷനും കുറയും. ഇനി അടുത്ത കാര്യം, നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഒരേ സമയം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. അത് എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ്. കുക്കിംഗ് ആയാലും കുട്ടികളുടെ കാര്യമായാലും അങ്ങനെ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും. അപ്പോൾ മൾട്ടി ടാസ്കിങ്ങും കുറച്ച് കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം പല ജോലികളും നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. ഒരുപാട് സമയവും നമുക്ക് പിന്നീട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കഴിവ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ്. ഇനി അടുത്തതായിട്ട്, നമ്മൾ തിരക്കിട്ട് ജോലികൾ തീർക്കുന്നതിനിടയ്ക്കുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അല്ലെങ്കിൽ അനാവശ്യമായ ഫോൺ കോളുകൾ, ഇതെല്ലാം ഒന്ന് നിർത്തിവെക്കാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവുക. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നാൽ നമ്മൾ ജോലി അവിടെ ഇട്ടിട്ട് പോകും. അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെയും പിന്നെയും ഓരോ വീഡിയോസ് വന്നുകൊണ്ടും ഇരിക്കും. അതൊക്കെ ഇരുന്ന് കണ്ട് നമ്മുടെ സമയവും പോകും. അതിനു പകരം നമ്മൾ ജോലികൾ ചെയ്ത് തീർത്തിട്ടാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഫോൺ വിളിക്കുകയോ വീഡിയോസ് കാണുകയോ ഒക്കെ ചെയ്യാമല്ലോ. ഇനി നമ്മുടെ ജോലികൾ പെട്ടെന്ന് കൃത്യമായി തീരാനും സന്തോഷത്തോടെ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കാനുമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. രാവിലെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള, നമ്മുടെ മനസ്സിനെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതൊന്നും ചിന്തിക്കാതെയും അതേപോലെ നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുക. മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി നമുക്ക് ഒരിക്കലും സന്തോഷത്തോടെയും അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കില്ല. സമയം തികയുന്നില്ല എന്നുള്ളതിന് മെയിൻ കാരണം നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ മാനസിക ആരോഗ്യമായിക്കോട്ടെ, നമ്മുടെ ശാരീരിക ആരോഗ്യമായിക്കോട്ടെ, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടിയേ തീരൂ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് എളുപ്പമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആരംഭിക്കുക. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി നല്ലൊരു മനസ്സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും. സന്തോഷത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പും തോന്നില്ല. ജോലികൾ വളരെ ഈസിയായി നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ തീരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.